ഓക്കെ, പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുവാണ്. നമ്മൾ റിയാക്റ്റിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? API ഇൻറ്റഗ്രേഷനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടിയായിരുന്നു. റിയാക്റ്റിൻ്റെ ആയിട്ടല്ല ഞാൻ ചെയ്തത്, ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്തത്. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ മേളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ അവസാനവും കാണിക്കും. ഓക്കെ, അപ്പോൾ APIൻ്റെ ഒരു വീഡിയോ ആണ്. അതിൻ്റെ അകത്ത് API എന്താണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഓൾറെഡി. പിന്നെ നമ്മൾ ജെയ്സൺ വെച്ചിട്ട് ഇവിടെ തന്നെ ഒരു ഡാറ്റ ഉണ്ടാക്കിയിട്ട് നമ്മൾ റിയാക്റ്റിൽ യൂസ് ചെയ്ത് നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു API ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണ്, ഒരു ഗെറ്റ് റിക്വസ്റ്റ്. അതായത് വേറെ ആരുടെയോ സെർവറിലുള്ള കുറച്ച് ഡാറ്റ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഇതിന് ശേഷം നമ്മൾ വേറെ റിക്വസ്റ്റുകൾ, പോസ്റ്റ്, പുട്ട്, അതുപോലുള്ള ഡിലീറ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. ക്രെഡ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യും. ആക്സിയോസും മൊഡ്യൂൾ വെച്ചിട്ടാണ് നെക്സ്റ്റ് ക്ലാസ് വരുന്നത്. ഇതിൽ ഞാൻ ആക്സിയോസ് യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ നോർമൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫെച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആക്സിയോസ് അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് ഒരു റിയാക്റ്റ് ക്ലാസ് കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി പഠിച്ചു, അതുകൊണ്ട് ഞാനൊരു ഷോർട്ട് കട്ട് കീയാണ് ഉപയോഗിക്കുന്നത്, RC. ഈ ഒരു ക്ലാസ് കോമ്പോണൻറ്റിൻ്റെ അകത്ത് ഞാനിപ്പം ഒന്നും ചെയ്യുന്നില്ല. ഞാനിവിടെ വന്നു. ഇവിടെ വന്ന ശേഷം നമുക്ക് ഫസ്റ്റ് എന്ത് വേണം? നമുക്ക് കൺസ്ട്രക്ടർ വേണം ക്ലാസ്സിൻ്റെ അകത്ത്. ഞാനിപ്പോൾ ക്ലാസ് എന്താ ഫോളോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ API ഇൻറ്റഗ്രേഷനും കാര്യങ്ങളും കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ എന്ത് നോക്കാൻ പോകുന്നത്, ഹുക്സ് പഠിക്കാൻ പോകുന്നത്. ഫങ്ഷണൽ കോമ്പോണൻസിലേക്ക് നമ്മൾ മാറും. ഓക്കെ, നമുക്കിവിടെ കൺസ്ട്രക്ടറിൽ വരാം. കൺസ്ട്രക്ടറിൻ്റെ അകത്ത് നമുക്ക് സൂപ്പർ വിളിച്ചു കൊടുക്കാം. ഇതൊക്കെ എന്തിനായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചതാണ്, സോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സൂപ്പർ വിളിച്ചു കൊടുത്തു. സൂപ്പർ വിളിച്ചു കൊടുത്ത ശേഷം നമുക്കിവിടെ സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റ് കൊടുക്കാം. സ്റ്റേറ്റ് എങ്ങനെയാണ്? ദിസ് ഡോട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത ശേഷം നമുക്കിവിടെ ഒരു സ്റ്റേറ്റിനെ കൊടുക്കാം. നമ്മളിതൊക്കെ പഠിച്ചതാണ്, അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. ഈ ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് ഡാറ്റ എന്ന് പറഞ്ഞ ഇത് കൊടുത്തു. ഇതൊരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ്, ഒരു അറയാണ്. സോ നമ്മളിവിടെ അറ മെൻഷൻ ചെയ്യുകയാണ്. അറ ഇപ്പോൾ empty ആട്ടോ, ഇതിലേക്ക് നമുക്ക് വാല്യൂ കൊടുക്കാനുണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന API ഇൻറ്റഗ്രേഷൻ അല്ല, നമ്മൾ എന്താ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഓൾറെഡി തന്നെ ലൈഫ് സൈക്കിൾ മെത്തേഡിലെല്ലാം നമ്മൾ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ API ഇൻറ്റഗ്രേഷനിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇത് നമുക്കൊന്ന് മാറ്റാം. കൺസ്ട്രക്ടർ ഒന്ന് ക്ലോസ് ചെയ്യാം. നമ്മൾ കമ്പോണൻറ്റ് ഡിറ്റ് മൗണ്ടാണ് ചെയ്യാൻ പോണത്. അപ്പം റെൻഡറിന് ശേഷം നമുക്ക് ആ ഡേറ്റ് കിട്ടാൻ അത് ഒറ്റത്തവണയേ അത് വരുന്നുള്ളൂ. അപ്പം നമുക്കത് കമ്പോണൻറ്റ് ഡിറ്റ് മൗണ്ട് ലൈഫ് സൈക്കിൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ കമ്പോണൻറ്റ് ഡിറ്റ് മൗണ്ട് എഴുതി കൊടുക്കാം. കമ്പോണൻറ്റ് ഡിറ്റ് മൗണ്ട് ഈ ഒരു മെത്തേഡിൻ്റെ ഉള്ളിലായിരിക്കണം. നമ്മൾ ഇതുവരെ API ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റേറ്റ് ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്നുമില്ല, അത് empty ആണ്. നമ്മളിതെല്ലാം പഠിച്ചതാണ്. കമ്പോണൻറ്റ് മൗണ്ടിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഒന്നും കൊടുക്കുക. നമുക്ക് ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കാം. കൺസോൾ ഡോട്ട് ലോഗ് API എന്ന് കൊടുക്കാം. ഇവിടെ നമുക്കൊരു കണ്ടെയ്നർ കൊടുത്തിട്ടുണ്ട്. ഇത് ഓക്കെ, ഒരു ഡിവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ടെർമിനലിൽ npm സ്റ്റാർട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സെർവർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് API ഇൻറ്റഗ്രേറ്റിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു API എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സെർവർ സ്റ്റാർട്ട് ആകുമ്പോഴത്തേനും നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നമ്മുടെ സെർവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലോഡിങ്ങിലാണ്, ലോഡ് ചെയ്യട്ടെ. ഇവിടെ കണ്ടോ, ഞാനൊരു API ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. മീമൊക്കെ കിട്ടണതാണ്, മീംസ്. അതായത് നിങ്ങൾ ട്രോളൊക്കെ വായിക്കാറുണ്ടല്ലോ, മീംസൊക്കെ കിട്ടണതാണ്. ഗെറ്റ് എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ഇവിടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, നമുക്കൊരു സക്സസ് 200 കോഡ് കിട്ടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്ക് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടോ, ആപ്പ് എന്നുള്ള ആൻസർ കിട്ടി. ഇവിടെ വരാം. ഇവിടെ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതൊരു അസിൻക്രണസ് കോഡായിട്ട് എഴുതാം. ഇതെല്ലാം നമ്മൾ സിൻക്രണസ് അറിയില്ലെങ്കിൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ കാണാൻ നമ്മൾ പഠിപ്പിച്ചതാണ്. സോ അസിങ്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഈ ഒരു മെത്തേഡിന് മേലെ ഞാൻ അസിങ്ക് എന്ന് മെൻഷൻ ചെയ്തപ്പോൾ ഇതൊരു അസിൻക്രണസ് കോഡാണ്. ഇവിടെ നമുക്ക് വന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രൈ ക്യാച്ച് ബ്ലോക്കിൻ്റെ അകത്ത് എഴുതാം. സോ ഞാൻ ട്രൈ ബ്ലോക്ക് വിളിക്കുവാണ്. ഈ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് APIനെ എടുത്ത് വെക്കണം. സോ ഞാൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് API കീ, അതായത് നമ്മുടെ API കീ വെക്കാനുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു.
ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിവിടെ കിട്ടിയ നമ്മുടെ API നമുക്ക് എടുത്തു വെക്കാം. അതിലോ ഇപ്പം സിസ്റ്റം കുറച്ചായിട്ട് ഭയങ്കരമായിട്ട് സ്ലോ ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. സോ ഞാൻ APIനെ എടുത്ത് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു വേരിയബിളിൽ. സെക്കൻഡ്, നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് നമുക്കൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ച് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ കോൺസ്റ്റൻറ്റിൽ വെക്കുന്നത്. സോ കോൺസ്റ്റ് ഇവിടെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആണ് വെക്കേണ്ടത്. സോ ഞാൻ റെസ്പോൺസ് ഇവിടെ എടുത്ത് കൊടുത്തു. റെസ്പോൺസ് അസൈൻ. ഈ റെസ്പോൺസിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെയിറ്റ് കീവേഡ് ഉണ്ട്. ഇവിടെ നമ്മൾ അസിൻക്രണസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യണം. ഓക്കെ, അസിൻക്രണസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് വിളിച്ചു. വെയിറ്റ് ഫെച്ച് എന്ന് പറഞ്ഞ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു മെത്തേഡാണ്. API ഫെച്ച് ചെയ്യുക. എന്താ പറയുക, ഉദാഹരണത്തിന് നമ്മളൊരു പട്ടിക്ക് ഒരു കമ്പ് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കമ്പ് പോയി എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മളിവിടെ ഫെച്ച് കൊടുത്തിട്ടുണ്ട്. ഫെച്ചിൻ്റെ അകത്ത് നമ്മളിവിടെ നമ്മുടെ API ഈ ഒരു എൻഡ് പോയിൻ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഈ ഒരു എൻഡ് പോയിൻ്റ് വെച്ചിട്ടാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത്. സോ നമ്മൾ API ഇവിടെ എടുത്തു കൊടുത്തു ഫെച്ചിൻ്റെ അകത്ത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ ഒരു ഡാറ്റ എന്തായിട്ടാണ്. ഈ ഒരു ഡാറ്റ JSON ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഫെച്ച് നമ്മൾ പഴയ ക്ലാസ്സിലും ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സിലും APIൻ്റെ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. സോ ഈ ഒരു APIനെ നമുക്ക് JSON ഡാറ്റയാക്കി കൺവേർട്ട് ചെയ്യണം. സോ ഞാനിവിടെ JSON കൊടുത്ത ശേഷം JSON മെത്തേഡ് ഞാൻ വിളിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിത് JSON ഡാറ്റയാക്കി കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇത് കണ്ട് ഇവിടെ നമുക്കൊരു എററാണ് സ്റ്റിൽ കിട്ടുന്നത്. സോ നമ്മളിവിടെ ട്രൈ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ക്യാച്ച് വിളിക്കണം. ഞാനിവിടെ ക്യാച്ച് ബ്ലോക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ക്യാച്ച് എറർ പറഞ്ഞു കൊടുത്തു. ഈ ഒരു ക്യാച്ച് ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമുക്ക് console.logൻ്റെ അകത്ത് എറർ പറഞ്ഞു കൊടുക്കാം. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം എറർ. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ആപ്പിൻ്റെ അകത്ത് ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല. അത് UI-യിൽ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ, ഒന്നും വന്നിട്ടില്ല UI-യിൽ. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റെസ്പോൺസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ console.logൻ്റെ അകത്ത് ഈ റെസ്പോൺസ് ഒന്ന് കൺസോൾ ചെയ്ത് നമുക്ക് നോക്കാം. എന്ത് റെസ്പോൺസാണ് ഈ ഒരു URL-ൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് അവരുടെ സെർവറിൽ നിന്ന്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇൻസ്പെക്റ്റിൽ വന്ന് കൺസോളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കണ്ടോ, സക്സസ് ആണ്. 200 ആണ്. നമുക്കൊരു ഡേറ്റ എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട് അവർ സെർവറിൽ നിന്ന്. ഈ ഡേറ്റ എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ്റെ ഉള്ളിലാണ് മീംസ് എന്ന് പറഞ്ഞ ഈ ഒരു അറയ്ക്കകത്താണ് 100 എലമെൻറ്റ്സ് വരുന്ന ഈ ഒരു അറയ്ക്കകത്താണ് നമ്മുടെ കണ്ടോ മുഴുവൻ ഒബ്ജക്റ്റുകളും അറേ ഓഫ് ഒബ്ജക്ട്സ് വെച്ചിരിക്കുന്നത്. അതായത് മുഴുവൻ ഇമേജസുകളും ഈ ഡാറ്റ എന്ന് പറഞ്ഞ ഒരു പോർഷൻ്റെ അകത്ത് ഈ ഒരു അറയുണ്ട്. ഈ ഒരു അറയ്ക്കകത്താണ് ഇതിൽ മുഴുവനും ഉള്ളത്. നമുക്കതിനെ ഇവിടെ പേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പം നമുക്കിവിടെ കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും ഉണ്ടോ. ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട് ഓരോന്നിലും. നമുക്ക് എത്രയൊന്നും വേണ്ട, നമുക്ക് ആ ഒരു മീമ് മാത്രം കിട്ടിയാൽ മതി. മീമ് നമുക്ക് ഇവിടെ എടുക്കാം. എങ്ങനെ എടുക്കാൻ പറ്റുമോ മീമ്? അതൊരു അറയാണ്. നമുക്കത് ഇവിടെ കിട്ടണം. നമുക്കത് UI-യിൽ കാണിക്കണമെങ്കിൽ UI-യിൽ ഇപ്പോൾ ഒന്നുമില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, ആപ്പ് മാത്രമേ ഉള്ളൂ. UI-യിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റിൻ്റെ സഹായം വേണം. നമ്മളിവിടെ സ്റ്റേറ്റ് വെച്ചിട്ടുണ്ട് ഡാറ്റ എന്നും പറഞ്ഞ്. ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു MD അറയ്ക്കുള്ളിലേക്ക് ഇതിലുള്ളത് വാല്യൂസ് മൊത്തം നമുക്ക് പാസ് ചെയ്യണം. ഇവിടെ ഒരു ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് വന്നിട്ടില്ലായിരുന്നു, അത് ഞാനിപ്പോൾ കൺസോൾ എടുത്ത് കളഞ്ഞുകൊണ്ടാണ്. അത് നമുക്ക് പാസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് വാല്യൂവിനെ പാസ് ചെയ്യാൻ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഞാനതിവിടെ വിളിച്ചു കൊടുക്കുകയാണ്. ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് ദിസ് എപ്പോഴും വിളിക്കണം. ഈ ഒരു ക്ലാസ് കോമ്പോണൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. ഇതൊരു ഫങ്ഷനാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് സ്റ്റേറ്റിൻ്റെ ആണ് പാസ് ചെയ്യണം, ആ സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി നെയിമാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. സോ ഞാൻ ഡാറ്റ എന്ന് പറഞ്ഞു കൊടുത്തു. ഡാറ്റ എന്ന് പറഞ്ഞു കൊടുത്ത ശേഷം ഇതിലേക്ക് എന്തിനെയാണ് പാസ് ചെയ്യുന്നത്? റെസ്പോൺസിനെയാണ് പാസ് ചെയ്യുന്നത്. റെസ്പോൺസിനെ പാസ് ചെയ്ത് കിട്ടില്ല. എന്തുകൊണ്ട് കിട്ടില്ല? നമുക്ക് റെസ്പോൺസിൻ്റെ ഉള്ളിൽ ഡാറ്റേനെ എടുക്കണം. ഓക്കെ, ഡാറ്റയ്ക്കുള്ളിൽ മീംസിൻ്റെ ഉള്ളിലാണ് ഈ ഒരു അറേ മുഴുവനും വന്നിരിക്കുന്നത്. ഈ ഒരു ഡാറ്റ മുഴുവനും കിട്ടിയിരിക്കുന്നത്. സോ ഞാൻ ഇവിടെ വന്നു റെസ്പോൺസ് ഡോട്ട് ഡാറ്റ
ഡോട്ട് മീംസ്. എന്താണോ ഇതിൻ്റെ പാത്ത്, ആ ഒരു പാത്ത് കൃത്യമായിട്ട് എഴുതി. നിങ്ങൾ ഏത് API നോക്കിയാലും അതിൻ്റെ പാത്ത് നോക്കണം. അതായത് അതിൻ്റെ ഡേറ്റ വന്നിരിക്കുന്നത് നോക്കണം. ഏത് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഒരു കളക്ഷനോ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ മറ്റൊരു നെസ്റ്റഡ് ഒബ്ജക്റ്റ് ആയിരിക്കും, അതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നെസ്റ്റിങ് നോക്കണം. ഇപ്പോൾ ഡേറ്റ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ മീംസ് ഉണ്ട്. ഇപ്പോൾ മീംസ് ഒന്ന് കൊടുത്തു. ഓക്കെ, ഇത്ര സാധനങ്ങൾ നമുക്ക് കിട്ടി. ഇവിടെ ഇനി നമുക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടത്? നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് ഇത്രേ ചെയ്യാനുള്ളൂ. ഇത് നമുക്ക് UIയിൽ കിട്ടണം. ഈ ഒരു പോർഷനിൽ, ഈ ഒരു പോർഷനിൽ എങ്ങനെ ആക്സസ് ചെയ്യാം? ജാവാസ്ക്രിപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ ആക്സസ് ചെയ്യാനൊരു വഴിയേ ഉള്ളൂ. എന്താണത്? നമ്മൾ കേളി ബ്രാക്കറ്റ്സ് ഇടുന്നു. കേളി ബ്രാക്കറ്റ്സ് ഇട്ട ശേഷം നമ്മൾ ഇവിടുത്തെ നമ്മുടെ സ്റ്റേറ്റ് എടുത്ത് കൊടുക്കുന്നു. ദിസ് ഡോട്ട് സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ വിളിച്ചു കൊടുക്കുന്നു. സ്റ്റേറ്റ് ഏതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്? ഡാറ്റയാണ്. ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ഡാറ്റ. ഇതൊരു അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അറേ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ ഞാൻ മാപ്പ് ചെയ്യാൻ പോവാണ്. മാപ്പ് ചെയ്തിട്ട് ഇതൊരു ലൂപ്പ് പോലെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ മാപ്പ് പഠിച്ചതാണ്. ഇതൊരു ഹയർ ഓർഡർ മെത്തേഡാണ്. കോൾ ബാക്ക് ഫംഗ്ഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ? നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സിൽ. മാപ്പ് ഇത് നമ്മൾ സാധാരണ ലൂപ്പ് ചെയ്യുന്നു ഓരോ ലിസ്റ്റിനെയും. എന്നിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യണം? നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാപ്പ് ചെയ്തു. എന്തോ സംഭവിച്ചു. ഓക്കെ. മാപ്പിൻ്റെ ഉള്ളിൽ ചിലപ്പെങ്കിൽ കേളി ബ്രാക്കറ്റ്സിൽ ഇഷ്യൂ വരും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ഡാറ്റ ഡോട്ട് മാപ്പ്. മാപ്പിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇഷ്യൂ ഇല്ല. ഈ മാപ്പ് ഓൾവേസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, എന്താണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്? നമുക്കിവിടെ എന്താണ് കിട്ടാൻ പോകുന്നത്? നമുക്കിവിടെ ഒരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിവിടെ വന്നു, ഒരു H1 ഇടുവാണ്. ഒരു H1. ഓക്കെ, ഒരു H1 ഇട്ട ശേഷം ഞാനിവിടെ അത് എന്താ പറയുക കൊടുക്കാൻ പോവുകയാണ് റിട്ടേൺ ആയിട്ട്. ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ ആ ഒരു APIക്കകത്ത് എന്താണ് കിട്ടണമെന്നുള്ള കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനിവിടെ ജസ്റ്റ് ഓൾറെഡി തന്നെ ഞാൻ ഈ ഒരു ജെയ്സൻ്റെ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എടുത്ത് ഈ ഒരു നെയിം ഞാൻ ഇതിൽ നിന്ന് എടുക്കും കേട്ടോ. ലിസ്റ്റിൻ്റെ അകത്ത് തൊട്ട് നെയിം, ഈ ഒരു നെയിമിനെ കാണിക്കാനാണ് പറയണത്. എന്നിട്ട് നമുക്കിവിടെ വരാം. കണ്ടോ എന്താണ്? നോക്കിക്കേ, ആ ഒരു API, അതായത് പുറത്തു നിന്നുള്ളൊരു മറ്റാരുടെയോ സെർവറിൽ നിന്ന് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഡേറ്റയാണ് നമ്മളിപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ തേർഡ് പാർട്ടിയുടെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്ര നമ്മൾ ചെയ്തു. നമുക്കിവിടെ നെയിമും കാര്യങ്ങളും ഒന്നും അല്ല വേണ്ടത്. നമുക്കിവിടെ വേണ്ടത് മീമാണ് കാണിക്കേണ്ടത്. ഞാനിവിടെ വന്ന് ജസ്റ്റ് ഒരു കാർഡ് കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. card.js card.js വന്നിട്ട് നമുക്ക് RC എന്ന് കൊടുക്കാം. RCക്കകത്ത് നമുക്കൊരു ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് കോമ്പോണൻറ്റിൻ്റെ അകത്ത് നമുക്ക് ഞാനൊരു ഫ്രാഗ്മെൻ്റ് ഇടുവാണ്. ഈ ഒരു ഫ്രാഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി റിയാക്റ്റിൽ പ്രോപ്സൊക്കെ സെൻഡ് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്. ഓരോ കോമ്പോണൻറ്റിൽ നിന്ന് മറ്റൊരു കമ്പോണൻറ്റിലേക്ക്. ഇപ്പം ഇവിടെ നമുക്ക് ഇമേജ് മാത്രം മതി. സോ ഞാനൊരു ഇമേജ് കൊടുക്കുവാണ്. ഇമേജ് ഇവിടെ നമുക്ക് ഓൾട്ട് എന്ന് കൊടുക്കാം. ഓൾട്ട് അതിൻ്റെ ഒരു പാരാമീറ്റർ ഇമേജ് എന്ന് കൊടുക്കും. ഇമേജ് ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇമേജ് മാത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ വരാം. ഇവിടെ വന്നിട്ട് നമ്മളിവിടെ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ഇതല്ല. റിട്ടേൺ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കാർഡ് കമ്പോണൻ്റാണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. കാർഡ്, അതായത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാർഡിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കതിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്താലാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇമ്പോർട്ട് കാർഡ് ഫ്രം കറണ്ട് ഡയറക്ടറി
അകത്ത് കാർഡ് തന്നെയല്ലേ? ആ കാർഡാണ് ഇമ്പോർട്ട് ചെയ്തേക്കണേ. ഈ കാർഡിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. എന്തായിട്ടാണ് പാസ് ചെയ്യാൻ പോകുന്നത്? പാരാമീറ്റർ ആയിട്ടാണ് പാസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് URL എന്ന് പറഞ്ഞു കൊടുക്കാം, കാരണം നമുക്കൊരു URL ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടിയ റെസ്പോൺസിലുണ്ടായിരുന്നു, കണ്ടോ, ഇത്രയും ഇമേജസ് വന്നു. പക്ഷേ ഇമേജസിൻ്റെ അകത്തൊന്നും എന്താ പറയുക URL ഇല്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കിട്ടിയേക്കണത്. നമ്മൾ ഇമേജസ് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത് കണ്ടോ URL, ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. ആ ഒരു APIയിൽ നമുക്കിവിടെ ഡോട്ട് കൊടുത്തിട്ട് URL പറഞ്ഞു കൊടുക്കാം കാർഡിൻ്റെ അകത്ത്. ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല, ഉണ്ടോ, ലിസ്റ്റ് ഡോട്ട് URL. നമ്മളിപ്പോൾ URL കാർഡിലേക്ക് പാസ് ചെയ്തു, ശരിയല്ലേ? പക്ഷെ നമുക്കവിടെ ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഫോർമാറ്റ് ചെയ്യാണ് ഒരു വൃത്തി കിട്ടാൻ. ഓക്കെ, നമ്മളിത് പാസ് ചെയ്തു, കാർഡിലേക്ക് പാസ് ചെയ്തു. നമുക്കൊരു ആൻസറും കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? നമ്മളിവിടെ URL എടുത്ത് കൊടുത്തിട്ടില്ല. സോ SRCക്കകത്ത് സോഴ്സിൻ്റെ ഉള്ളിൽ ഇതൊരു ജാവാസ്ക്രിപ്റ്റ് പ്രോപ്പർട്ടിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തെടുക്കണം? ഇത് സ്റ്റേറ്റ് ആയതുകൊണ്ട് ദിസ് ഡോട്ട് പ്രോപ്പർട്ടി നമ്മളവിടെ നിന്ന് ഒരു സാധനം പാരാമീറ്ററായിട്ട് ഈ ഒരു കാർഡ് കമ്പോണൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത്? URLനെ. അപ്പോൾ പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തിനെ കൊടുക്കണം? പ്രോപ്പർട്ടിയിൽ നിന്ന് URLനെ കൊടുക്കണം. ഇവിടെ നമ്മളൊരു URL എന്ന് പറഞ്ഞാൽ ആ ഒരു നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ URL നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു. കണ്ടോ, മീംസ് നോക്കിക്കുക എന്തൊക്കെയാണ് അല്ലേ? കുറേ മീമുണ്ട്. ഞാനിന്നിവിടെ CSS ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമുക്ക് ഇനി CSS നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് API ഇൻറ്റഗ്രേഷൻ ചെയ്തതാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആക്സിയോസ് വെച്ച് ചെയ്യും. ആക്സിയോസ് മൊഡ്യൂൾ NBA മൊഡ്യൂൾ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് CSS ഒക്കെ വെച്ച് സ്റ്റൈലായിട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി കുറേ കാര്യങ്ങൾ APIയിൽ ബാക്കി റിക്വസ്റ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ കൃത്യമായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇവിടെ അത് പറയാൻ മറന്നുപോയി. ഇവിടെ ഇൻസ്പെല്ലിൽ വരിക, ഇൻസ്പെല്ലിൽ വന്നു കഴിയുമ്പോൾ കൺസോളിൽ വന്നു കഴിയുമ്പോൾ കണ്ടോ, വാണിംഗ് ഈച്ച് ചൈൽഡ് ഇൻ എ ലിസ്റ്റ് ഷുഡ് ഹാവ് എ യൂണീക്ക് കീ പ്രോപ്പ്. ഇത് കുറേ പ്രോപ്പർട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, കുറേ ചൈൽഡിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ, റിയാക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്കിതിനൊരു യുണീക്കായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, ഒരു കീ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈവൻ നമുക്കിത് സാധാരണ APIൻ്റെ കൂടെ ആ കീ സാധാരണ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കണ്ടോ ID എന്ന് പറഞ്ഞ് വരും. ഇല്ലെങ്കിൽ നമുക്ക് റാൻഡം കീ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെസ്സേജ് ഇവിടെ വന്നുകൊണ്ടിരിക്കും, ഈ ഒരു വാർണിംഗ് മെസ്സേജ്. പക്ഷെ അത് നമ്മളടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പം ഞാൻ ജസ്റ്റ് കീന്ന് കൊടുക്കുവാണ്. കീന്ന് കൊടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോമൊക്കെ പഠിക്കും, റിയാക്റ്റ് ഫോമും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ID എടുത്ത് കൊടുക്കുവാണ്. ഓക്കെ, ID എടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് റീഫ്രഷ് ചെയ്തു. സോ ഇപ്പോൾ കണ്ടോ, നമുക്ക് ആ ഒരു എറർ ഇല്ല, നമ്മുടെ കൺസോൾ ക്ലിയർ ആണ്. നോക്ക്, ഇവിടെ നമ്മുടെ കൺസോൾ ക്ലിയർ ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.